ദൈവത്തിന്റെ ജീവനാചങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പരിശുദ്ധനായ ലൂക്കോസ് എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച് നെയ്യുള്ളൂ നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. ഇത് പറഞ്ഞു കഴിഞ്ഞ് യേശു യെരൂശലേമിലേക്ക് പോകുവാൻ മുമ്പോട്ട് നടന്നു. അവൻ ഒലിവമലയുടെ അടുത്ത് വന്ന ബെത്ഫഗാ സമീപമെത്തിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ രണ്ടുപേരെ പ്രകാരം നിർദ്ദേശിച്ചു പറഞ്ഞു, നമുക്ക് നേരെയുള്ള ഗ്രാമത്തിലേക്ക് നിങ്ങൾ പോകുക. നിങ്ങൾ അതിൽ പ്രവേശിക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. എന്തിനു നിങ്ങൾ അതിനെ അഴിക്കുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞ പ്രകാരം കണ്ടു. അവർ കഴുതുകെട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ, നിങ്ങൾ കഴുതുകെട്ടി അഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവർ അതിനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. കഴുതുകുട്ടിയുടെ പുറത്ത് അവർ തങ്ങളുടെ മേലങ്കി പിടിച്ചു യേശുവിനെ അതിന്റെ പുറത്തെ കയറ്റിയിരുത്തി. അവൻ പോകുമ്പോൾ പലരും തങ്ങളുടെ മേലങ്കികൾ വഴിയിൽ വിരിച്ചു. അവര് ഒലിവമലയുടെ ഇറക്കത്തോട് അടുത്തപ്പോൾ ശിഷ്യഗണം മുഴുവനും തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് സന്തോഷിച്ച ഉച്ചസ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു തുടങ്ങി, ഹോശാന.
കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. എന്നാൽ ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില പരീക്ഷന്മാർ യേശുവിനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അവൻ അവരോട് അരുളി ചെയ്തു, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. യേശു യെരൂശലേമിനെ സമീപിച്ചപ്പോൾ നഗരം കണ്ട് അതിനെ കുറിച്ച് അത്യധികം വിലപിച്ചു. ഇപ്രകാരം പറഞ്ഞു, ഈ നാളിലെങ്കിലും നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നിന്റെ കണ്ണുകൾ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിഞ്ഞില്ല. അതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യും. നിന്നെയും നിന്റെ മക്കളെയും നിശേഷം നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരികയും ചെയ്യും. ബറക്കുമോ ഉശൈനോ ലകുൽഗുൻ. യെരൂശലേമിലെ
പരവാ